ഗൈസ് അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. വയനാട്ടിലോട്ടാണ് കല്യാണത്തിന് പോണത്. നമ്മളെല്ലാവരും കൂടി തന്നെ ഫാമിലി മൊത്തം ഉണ്ട് കല്യാണത്തിന് പോണേ. അമ്മായിൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമാണ്, അമ്മായിൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും കൂടി കല്യാണത്തിന് പോവാണേ. അപ്പോൾ ഒരു ട്രിപ്പ് പോയി ഒരു എൻജോയ്മെൻറ്റും ആയി, കല്യാണത്തിന് പോകലുമായി. റിലേഷൻ തൊട്ടടുത്ത റിലേഷനിലെ കല്യാണമല്ലേ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ കല്യാണത്തിന് പോവാണേ. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഫാമിലിയിലെല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ചുരം കയറി കഴിഞ്ഞ് തുടങ്ങി. ആദ്യത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ലെങ്ത്താവും വിചാരിച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നല്ലാതെ വീഡിയോ ഇട്ടിട്ടില്ല. വീഡിയോ മൊത്തം എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ ചുരം കയറി കഴിഞ്ഞ് തുടങ്ങി. പിന്നെ മൊത്തം സൈഡ് വ്യൂസ് ഒന്നും നമ്മൾ ഫുൾ എടുത്തിട്ടില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് പോണ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുരൽമല മുണ്ടക്കായൊക്കെ പൊട്ടി ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റായിട്ട് നമ്മൾ വയനാട്ടിലോട്ട് പോകുന്നുണ്ട്. ഈ കല്യാണം നമ്മൾ ആദ്യമേ തീരുമാനിച്ചു വെച്ച കല്യാണമാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം നടത്തുന്നത്. ഹാളൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു, വലിയ കല്യാണമാക്കി കഴിക്കാനൊക്കെ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അവർക്കിപ്പോൾ ഈ ദുരന്തമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടൊരു കല്യാണമാക്കി കഴിക്കുക ചെയ്തത്. ഇപ്പോൾ അവിടെ വയനാട്ടിലൊന്നും വലിയ പാർട്ടിയും പരിപാടികളൊന്നും ആയി കഴിക്കണില്ല. മുണ്ടക്കായൊക്കെ മരിച്ച ഓരോ 40 കഴിഞ്ഞിട്ട്, ഇപ്പോൾ 40 കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരാഴ്ച വലിയ പരിപാടിയാക്കി ഖബർസ്ഥാനിലും പള്ളിക്കലൊക്കെ വെച്ചിട്ട് വലിയ പരിപാടിയാക്കി 40 കഴിച്ചിരുന്നു. അങ്ങനെ ആയതിന് ശേഷം ഇതാദ്യം തീരുമാനിച്ച കല്യാണം ആയതുകൊണ്ടാണ് നടത്തുന്നത്. പിന്നെ ചെക്കൻ ലീവിൽ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നടത്തല്ലാതെ വഴിയില്ല. ഞങ്ങൾ കയറുമ്പോൾ നല്ല കോടുണ്ട് കേട്ടോ, കോടമഞ്ഞാണത്. വയനാട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾ കോടമഞ്ഞിൽ നല്ല മഞ്ഞ് വെച്ചാൽ നല്ല മഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ പുറത്തോട്ടുള്ള വ്യൂസ് തന്നെ കാഴ്ച തന്നെ കുറവുണ്ട്. ഇത് കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വല്ലാണ്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അത്. ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന കുറച്ചൊക്കെ ഒരു ആകാശം തെളിഞ്ഞ് നമ്മളതാ ചായപ്പൊടിത്തോട്ടത്തിലെത്തിയിട്ടാണ്. ചായത്തോട്ടത്തിലാണ്. ചായത്തോട്ടത്തിലെ വ്യൂസ് ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ഇപ്പം നല്ലോണം വെട്ടി നിർത്തി നല്ല തളിരുള്ള സമയമാണ്. ഈ തളിര് നുള്ളിയിട്ടാണ് നമുക്ക് ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നോക്കിയാൽ നല്ലൊരു വ്യൂസ് ഇല്ലേ. അത് അവിടെയൊക്കെ കുറച്ച് വ്യൂസേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ വളരെ ലെങ്ത്താവും വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് കല്യാണമൊക്കെ കാണിക്കാണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിൽ ജസ്റ്റ് ഒന്നിട്ട് നമ്മളിപ്പോൾ കല്യാണ വീട്ടിലെത്തി. അവിടെ കാണുന്ന ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ, ഡാലിയാണിത്. അപ്പോൾ ആ ഫ്ലവർ ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. നല്ല ഈ വയനാട്ടിലോട്ടൊക്കെ കയറാൻ നമ്മളെപ്പോഴും നല്ല ഫ്ലവറും നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ വലിയ മരത്തിൽ നല്ലൊരു ഫ്ലവേഴ്സ് ഇതുണ്ട്. ആ മരം ഫുള്ള് ഈ റോസ് പിങ്ക് കളറുള്ള ഈ ഫ്ലവേഴ്സാണ്. നല്ല പിങ്കാണ്, റോസ് എന്നൊക്കെ പറയും. നല്ലൊരു കളറിൽ ആ മരം ഫുള്ള് ഹൈറ്റിലൊരു മരം. നമ്മളിവിടെ നാട്ടിലാണ് ഞാൻ അങ്ങനത്തെ ഒരു മരത്തിൽ പോകാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതവിടെ നമുക്കൊരു വെറൈറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെക്കൻ ഇറങ്ങുകയാണ്. തന്നെയാണ് കല്യാണം. ഞാൻ പറഞ്ഞു അവിടെ ഇപ്പോൾ ഇങ്ങനെ ക്യാമ്പ് വീട്ടിലാണ് കല്യാണം. ചെക്കൻ ഇറങ്ങി പെണ്ണിനെയും കൊണ്ട് വന്ന് പെണ്ണിതാ പന്തലൊക്കെ ഇരിക്കണേ. കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുങ്ങണേ. എങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ മുഹൂർത്തങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനും വന്ന് പെണ്ണിനൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ കുട്ടിയാട്ടോ. അവൾക്ക് നല്ല പരിചയമൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും നല്ല പരിചയമുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ വന്നും പോയൊക്കെ നിന്ന കുട്ടിയാണ്. അപ്പം എന്തായാലും കല്യാണത്തിൻ്റെ മുഹൂർത്തങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പെണ്ണിൻ്റെ കൂടെ വന്നവരും എല്ലാവരും ഫുഡ് കഴിക്കുന്നത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുന്നത്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് സൈഡിൽ നിന്ന് എടുക്കണം. ഞാൻ ഇത്തിരി വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറേ കൂടുതലൊന്നും എടുത്തിട്ടില്ല. ചെക്കനിട്ട് കുറച്ചൊക്കെ എടുത്ത് അത്ര മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോസ് ഫോട്ടോസൊന്നും കല്യാണത്തിൻ്റെ വീഡിയോ
ഇഷ്ടപ്പെട്ടത് കഴിക്കണം. ഓക്കെ, താങ്ക് യു. സീ യു. എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.